ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ടോപ്പർ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ യൂണിറ്റ് 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്? അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ എന്താണ് ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാല് ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇറ്റ് ആക്ട് ആസ് ആൻ അഡ്രസ് ഫോർ ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇതില് നമുക്കിപ്പം ക്വാണ്ടം നമ്പേഴ്സ് ഒരു ഇലക്ട്രോണിന്റെ കിട്ടിയാല് നമുക്ക് ആ ഇലക്ട്രോണിന്റെ സൈസ്, ഷേപ്പ്, എനർജി ലെവൽസ്, അതിന്റെ ഓറിയന്റേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് പറ്റും. അപ്പൊ നമ്മള് ആദ്യം പറയാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് സ്മോൾ ലെറ്റർ എൻ. ഓർത്ത് വെച്ചോണേ, സ്മോൾ ലെറ്റർ എൻ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്താണ് തരുന്നത്? ഒരു ഇലക്ട്രോണിന്റെ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ഷെല്ല്. ഒരു ഇലക്ട്രോണിന്റെ ഇറ്റ് ഗീവ്സ് മെയിൻ എനർജി ലെവൽ ഓർ ഷെൽ ഓഫ് ആൻ ഇലക്ട്രോൺ. ആൻഡ് ഓൾസോ വേറെ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഇലക്ട്രോണിന്റെ അതിന്റെ സൈസ്, അതായത് ഓർബിറ്റലിന്റെ സൈസും അതുപോലെ തന്നെ അതിന്റെ എനർജിയും, സൈസ് ആൻഡ് എനർജി ഓഫ് ദി ഓർബിറ്റൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ അതിന്റെ ഷെല്ലിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഓർബിറ്റലിന്റെ സൈസ് ആൻഡ് എനർജി ആയിരിക്കും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പം എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഷെല്ല് ഏതായിരിക്കും? കെ ഷെല്ലായിരിക്കും. അതായത് ഫസ്റ്റ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എപ്പോഴും 1 ആയിരിക്കും. ഇനി എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അത് എൽ ഷെല്ലായിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ അത് എം ഷെല്ലായിരിക്കും. ആൻഡ് ഓൾസോ എൻ ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ അത് എൻ ഷെല്ലായിരിക്കും. മനസ്സിലായോ? ഓരോ ഷെല്ലിന്റെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ ഓർക്കേണ്ട കാര്യം, ഒരു ഷെല്ലിലെ നമ്പർ ഓഫ് ഓർബിറ്റൽസും ഒരു ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഷെല്ലെന്ന് ഓർത്തോണേ. ക്വസ്റ്റ്യനകത്ത് ഷെല്ലെന്ന് കാണുമ്പോഴേ ഓർത്തോണം വിച്ച് റെപ്രസെന്റ്സ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെല്ല് കണ്ടുപിടിക്കുന്നത് എൻ സ്ക്വയർ വെച്ചിട്ടാണ്. മനസ്സിലായോ? എൻ സ്ക്വയർ. ഇനി അടുത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെല്ലാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ. മനസ്സിലായോ? ഒരു ഷെല്ലിനകത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത് എൻ സ്ക്വയർ. അപ്പൊ എൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എന്നിന്റെ വാല്യൂ അവിടെ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും. അതായത് ഇപ്പം എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ 1 സ്ക്വയർ വേണം. നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണാൻ എന്ത് ചെയ്യണം? 1 സ്ക്വയർ ചെയ്യണം. ഇപ്പം എൻ ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണാൻ എന്ത് ചെയ്യണം? 3 സ്ക്വയർ, അതായത് 9 വെച്ചിട്ട് ചെയ്യണം. അപ്പൊ ഏത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെന്ന് അവര് നമ്മുടെ ക്വസ്റ്റിനകത്ത് തരും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ എന്ന് പറയുന്നത് 2n സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വേണം നമ്മൾ ഇതിൽ മനസ്സിലാക്കാൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് എൽ, സ്മോൾ ലെറ്റർ എൽ. ഇറ്റ് ഗീവ്സ് സബ് ഷെല്ല് ഓർ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് പ്രിൻസിപ്പാൾ ആയിരുന്നു. അത് ഷെല്ലും സൈസിനെ പറ്റിയുള്ള ആ ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത്. ഇവിടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പം അത് ഏതൊക്കെയാണ്? ഇവിടെ സബ് ഷെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരും. സബ് ഷെല്ല് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓർബിറ്റലിന്റെ ഷേപ്പും ആയിരിക്കും നമുക്ക് തരുന്നത്. ഇതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും വിളിക്കാറുണ്ട്. മനസ്സിലായോ? അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഇതിന്റെ വാല്യൂസ് വരുന്നത്, അതായത് എല്ലിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടെ വരെയാണ്? 0 തൊട്ട് n-1 വരെ ആകാം. ഇത്രയും ടോട്ടൽ വാല്യൂസ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ n-1. ഈ n ഇവിടെ എന്താണ്? നമ്മുടെ നേരത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് n എന്ന് പറയുന്നത്.
ഇനി നമുക്ക് പ്രിൻസിപ്പൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഏതൊക്കെയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സബ്ഷെല്ലുകൾ ഏതൊക്കെയാന്ന് നോക്കാം. കാരണം ഇത് സബ്ഷെല്ലിനെ പറ്റിയുള്ള ഐഡിയ അല്ലേ തരുന്നത് നമുക്ക്. ഇപ്പൊ ഫസ്റ്റില് എൽ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഓക്കെ, എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടുത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലായിരിക്കും. ഓർത്ത് വെച്ചോണേ, എൽ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടുത്തെ സബ്ഷെൽ എസ് ആയിരിക്കും. എൽ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ പി സബ്ഷെല്ല്, എൽ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഡി സബ്ഷെല്ല്, എൽ ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എഫ് സബ്ഷെല്ല്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ എല്ലിന്റെ വാല്യൂവും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സബ്ഷെല്ല് നമ്മൾ പഠിക്കണം. നേരത്തെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനകത്ത് എന്നിന്റെ വാല്യൂവും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഷെല്ലും പഠിച്ചു. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലിന്റെ വാല്യൂവും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സബ്ഷെല്ല്. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് സബ്ഷെല്ല്, എൽ ഇസ് ഈക്വൽ ടു 1 ദെൻ പി സബ്ഷെല്ല് ആയിരിക്കും. എൽ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഡി സബ്ഷെല്ല്, എൽ ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എഫ് സബ്ഷെല്ല്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരു സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒരു സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസും. അപ്പൊ ആദ്യത്തെ പോയിന്റ് എഴുതാ, നമ്പർ ഓഫ് ഓർബിറ്റൽസ്, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെല്ല്. ഒരു സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണുന്ന ഇക്വേഷൻ ആണ് 2l+1. ഓർത്ത് വെച്ചോണേ, 2l+1 ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണുന്നത്. ഇനി അടുത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെല്ല്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2l+1. മനസ്സിലായോ? 2 ഇൻറ്റു 2l+1 എന്ന് പറഞ്ഞാൽ 4l+2 എന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണുന്നത് 2l+1ഉം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന സബ്ഷെല്ല് കാണുന്നത് 4l+1. അപ്പൊ അതാ നമ്മള് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനകത്തും ഷെല്ലിനകത്തുള്ള നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്നത് n² ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത് 2n² ആയിരുന്നു. ഇവിടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ വരുമ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണുന്നത് 2l+1ഉം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ സബ്ഷെല്ല് കാണുന്നത് 4l+2 ആയിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ പറയുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ML വെച്ചിട്ടാണ്. ഓക്കെ, വിച്ച് ഗീവ്സ് ആൻ ഓറിയന്റേഷൻ ഓഫ് ആൻ ഓർബിറ്റൽസ്. അതായത് ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷനെ പറ്റിയുള്ള ഐഡിയ ആയിരിക്കും നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ തരുന്നത്. അതിന്റെ പോസിബിൾ വാല്യൂസ് വരുന്ന എവിടെ തൊട്ട് എവിടെ വരെയാ? -L, 0, +L. L എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പൊ -L, 0, +L വരെ ആയിരിക്കും ഇതിന്റെ പോസിബിൾ വാല്യൂസ് വരുന്നത്. ഫോർ എ ഗിവൺ L വാല്യൂ there are 2l+1 പോസിബിൾ വാല്യൂസ് ഫോർ M. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലിന്റെ ഒരു വാല്യൂ തരുവാണ്. അങ്ങനെ എല്ലിന്റെ വാല്യൂ തന്നിട്ട് അതിനകത്ത് എത്ര അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് വാല്യൂ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ 2l+1 വാല്യൂസ് അവിടെ പോസിബിൾ ആണ്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ തരുന്നത് ഓറിയന്റേഷൻ ഓഫ് ആൻ ഓർബിറ്റൽസ്, പോസിബിൾ വാല്യൂസ് -L, 0, +L. പിന്നെ ഫോർ എ ഗിവൺ L വാല്യൂ there are 2l+1 പോസിബിൾ വാല്യൂസ് ഫോർ M. നമ്മുടെ ലാസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് MS എന്നാണ്. ഇവിടെ എന്താണ് നമുക്ക് തരുന്നത്? സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഓൺ ആക്സസ്. അതായത് ഇലക്ട്രോൺ അതിന്റെ ആക്സസിൽ ഇരുന്ന് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ ആ സ്പിന്നിങ് ആണ് നമുക്ക് സ്പിൻ ക്വാണ്ടം നമ്പർ തരുന്നത്. അപ്പം ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കാം. അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഇലക്ട്രോൺ എടുത്താൽ അതിന് ക്ലോക്ക് വൈസ് സ്പിന്നും കാണും, ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നും കാണും. ഇനി ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ വരുന്നത് +½ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന്റെ സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ എന്ന് പറയുന്നത് -½ ആണ്. അപ്പൊ ഇതിൽ ഇത്രേ ഉള്ളൂ. സ്പിൻ ക്വാണ്ടം നമ്പറിൽ 2 വാല്യൂസും പഠിക്കണം, പിന്നെ അതിന്റെ സ്പിന്നിങ് ആണ് തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സെക്കൻഡ് വൺ അസിമുത്തൽ, തേർഡ് വൺ മാഗ്നറ്റിക് ആൻഡ് ഫോർത്ത് വൺ സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ നമുക്ക് ഈ 4 ക്വാണ്ടം നമ്പേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം.
അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 3? മനസ്സിലായോ? n is equal to 3 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതിനകത്ത് കാണുന്ന നമ്പർ ഓഫ് ഓർബിറ്റൽസ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? അപ്പൊ നമ്മള് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെല്ല്, അങ്ങനല്ലേ പഠിച്ചത്? നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെല്ല്, ഒരു ഷെല്ലിലെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയിരുന്നു n സ്ക്വയർ. ഇപ്പൊ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് n is equal to 3. ഇപ്പൊ n is equal to 3 ആണെങ്കിൽ n സ്ക്വയറിന് പകരം എത്ര കൊടുക്കണം? 3 സ്ക്വയർ വിച്ച് is equal to എത്ര വരും? 9 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് പ്രോബ്ലം ചോദിക്കുന്നത്. നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലും അസിമുത്തലിലും ആണ് ഈ രണ്ട് ടൈപ്പ് ഇക്വേഷൻസ് പറഞ്ഞത്, അത് ഓർത്ത് വെച്ചാണ്. ഇപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ ഒരു ഷെല്ലിന്റെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n സ്ക്വയർ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 9 കിട്ടും ആൻസർ. ഇത് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇതും കീം 2025 ആണ്. ഫോർ എനി സബ്ഷെൽ ഡിഫൈൻഡ് ബൈ എൽ, ഹൗ മെനി വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML ആർ പോസിബിൾ? അതായത് ഒരു ഗിവൺ എൽ വാല്യൂ തന്നിരുന്നാല് അതിലെ പോസിബിൾ വാല്യൂസ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ പോസിബിൾ വാല്യൂസ് കാണാനാ ചോദിച്ചേക്കുന്നത്. നമ്മൾ ആ ഇക്വേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗിവൺ എൽ വാല്യൂ തന്നാല് അതിനകത്തുള്ള പോസിബിൾ ML വാല്യൂസ് എന്ന് പറയുന്നത് ടോട്ടൽ 2L+1 കാണും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 2L+1 വാല്യൂസ് ആണ്. അതെ, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അപ്പം നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അടുത്ത, which of the following quantum numbers determines the orientation of the orbital? അതായത് ഏത് ക്വാണ്ടം നമ്പർ ആണ് ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ പറ്റിയുള്ള ഐഡിയ തരുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ അത് അതിന്റെ സൈസ് അല്ലെങ്കിൽ ഓർബിറ്റലിനെ പറ്റിയുള്ള ഐഡിയാസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണെങ്കിൽ അതിന്റെ ഷേപ്പിനെ പറ്റിയുള്ള ഐഡിയാസ് ആയിരിക്കും തരുന്നത്. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ഓറിയന്റേഷനെ പറ്റിയുള്ള ഐഡിയ ആണ് തരുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ML, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പൊ ഓപ്ഷൻ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ML ആണ് നമ്മുടെ ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ പറ്റിയുള്ള ഐഡിയ തരുന്നത്. ഇനി അടുത്തതാണ് ദ ക്വാണ്ടം നമ്പർ വിച്ച് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദി സബ്ഷെല്ല്. ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളായിരുന്നു, നമുക്ക് ഷേപ്പ്, അതായത് ഓർബിറ്റലിന്റെ ഷേപ്പിനെ പറ്റിയുള്ള ഐഡിയ ആരാണ് തരുന്നത്? L ആണ് തരുന്നത്. L മീൻസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് തരുന്നത്. അപ്പൊ ഇതും കീം 2024 ക്വസ്റ്റ്യൻ ആണ്. ദ ക്വാണ്ടം നമ്പർ വിച്ച് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദി സബ്ഷെല്ല്. ആരാണ് നമുക്ക് സബ്ഷെല്ലിന്റെ ഷേപ്പിനെ പറ്റിയുള്ള ഐഡിയ തരുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സിൽ വരുന്നത്. നമ്മുടെ ആപ്പ് ഇപ്പം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കീം ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.